ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയാൽ അദ്ദേഹം അടയ്ക്കാനുള്ള സെയിൽ ടാക്സ് ലൈബിലിറ്റി ഭാര്യയ്ക്ക് കൈമാറുമോ എന്നുള്ളതാണ്. അതായത് ഭർത്താവിന് എന്തെങ്കിലും തുക അടയ്ക്കാനുണ്ടെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരിക്കെ എന്തെങ്കിലും തുക അടയ്ക്കാനുണ്ടെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ ആ തുക ഭാര്യ അടയ്ക്കണമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഹൈക്കോടതിയിൽ വന്നൊരു കേസാണ്. ഇവിടെ പെറ്റീഷണർ, അതായത് പരാതിക്കാരി എന്ന് പറയുന്നത് ഒരാളുടെ ഭാര്യയാണ്. അവർ വയസ്സായ ഒരാളാണ്, അവർക്ക് നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അവരുടെ ഭർത്താവ് ഒരു ഇൻഡസ്ട്രി, അതായത് ഒരു കമ്പനി നടത്തുകയായിരുന്നു. ആ കമ്പനിയിൽ ഒരുപാട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ കമ്പനി അങ്ങ് അടച്ചുപൂട്ടി. ഇദ്ദേഹം ഒരു അസസ്സിയാണ്. അസസ്സി മീൻസ് അദ്ദേഹം ടാക്സ് കൊടുക്കാനുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സെയിൽ ടാക്സ് 2 ലക്ഷം രൂപയ്ക്ക് പുറത്ത് അറൗണ്ട് 3 ലക്ഷം രൂപ അടുപ്പിച്ചുണ്ടായിരുന്നു. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, അതായത് 94, 95 ആ കാലഘട്ടത്തിലാണ്. അതുപോലെ 95, 96 ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെ ഇത്രയും പൈസ അദ്ദേഹം കൊടുക്കാനുണ്ട്. ഇവിടുത്തെ ഈ പരാതിക്കാരി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് അവർക്ക് സ്വന്തമായിട്ട് അസറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒന്നും അവർക്ക് കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം പാപ്പരായിട്ടാണ് മരിച്ചത്. ഇവരുടെ ഭർത്താവ് 2000 വർഷത്തോട് അടുപ്പിച്ചിട്ടാണ് മരിച്ചത്. സെയിൽ ടാക്സ് കിടക്കുന്നത് 94, 95 ആ കാലഘട്ടത്തിലുള്ള ടാക്സുകളാണ് കിടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ വന്നു. അപ്പൊ ഭാര്യയുടെ സ്വന്തമായിട്ട് വാങ്ങിയ പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ ഈ ഭാര്യയ്ക്ക് എന്ത് വരെയാണ്? ജപ്തി നോട്ടീസ് വരെയാണ്. സെക്ഷൻ 49(2) ഓഫ് കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പ്രകാരം അവർക്കൊരു നോട്ടീസ് കൊടുത്തു. നമ്മൾ പറഞ്ഞല്ലോ സെയിൽ ടാക്സ് ഒക്കെ കൊടുക്കാറുണ്ടെന്ന്. ഈ ഭാര്യ എന്ത് ചെയ്ത് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരം ഇവരുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ അവരെടുത്തു. ആ കമ്പനി അയാളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അത് ഭർത്താവിന്റെ പേരിൽ മാത്രമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഇതുമായിട്ട് കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഭർത്താവിന്റെ പ്രോപ്പർട്ടിയോ പൈസയോ ഒന്നും തന്നെ മരണശേഷം അവർക്ക് കിട്ടിയിട്ടില്ല, ഒന്നുമില്ല. അവർ പൈസ കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങിച്ചു. അവരുടെ ഹാർഡ് ഏൺഡ് മണി കൊണ്ട് അവർ പെരേടം വാങ്ങിച്ചു. ഏകദേശം 2 സെന്റോളം ഉള്ള പെരേടം വാങ്ങിച്ചു. അത് സെയിൽ ഡീഡ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് SROയിൽ. അങ്ങനെ ഇരിക്കെ തഹസിൽദാർ എന്ത് ചെയ്തു? കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തു. ഈ കമ്പനിയുടെ ലൈബിലിറ്റിയിൽ പൈസ കൊടുക്കാനുള്ളത് കൊണ്ട്, അതായത് ടാക്സ് കൊടുക്കാനുള്ളത് കൊണ്ട് ഇവരുടെ പ്രോപ്പർട്ടി, അതായത് ഭാര്യയുടെ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് ഉള്ള നോട്ടീസ് അവർ കൊടുത്തു. ഇവിടെ ഭാര്യയുടെ പേരാണ് എതിർകക്ഷിയുടെ പേരായിട്ട് കാണിച്ചിരിക്കുന്നത്. അവരുടെ പ്രോപ്പർട്ടിയാണ് ഓപ്ഷന് വേണ്ടിയിട്ട് വച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാര്യ എന്ന് പറയുന്നത് റെസ്പോണ്ടന്റിന്റെ ലൈബിലിറ്റിക്ക് ഒരു പൈസ പോലും കൊടുക്കാൻ ബാധ്യസ്ഥയല്ല. കാരണം അവർക്ക് ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം അങ്ങനെ പാപ്പരായിട്ടാണ് മരിച്ചത്. അങ്ങനെ ഈ നോട്ടീസ് കിട്ടിയതിന്റെ ബേസിലാണ് ഇവർ ഈ കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ റിട്ടിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രെയർ എന്തെന്ന് വെച്ചാൽ കോൾ for the records leading to Exhibit P3 sale notice and on issuing a writ of certiorari or any other appropriate writ or order to quash the same. അതായത് ഈ തഹസിൽദാർ പാസ്സാക്കിയുണ്ടല്ലോ, അദ്ദേഹം നോട്ടീസ് കൊടുത്തതിന് ശേഷം പാസ്സാക്കിയ ആ ഓർഡർ അത് കോഷ് ചെയ്യാനാണ് ഇവരിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ കോടതി പരിശോധിച്ചത് ഇതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ്. അപ്പൊ എന്താണ് ലീഗൽ ഹെയർ, എന്താണ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സ്? ഈ സെക്ഷൻ 50 ഓഫ് സിവിൽ പ്രൊസീജിയർ കോഡ് 1908 അതിൽ പറയുന്നുണ്ട് ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്താണ് എന്ന് പറയുന്നുണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ വേറെ ജഡ്ജ്മെന്റ് ഡെപ്റ്റർ ഡൈസ് ബിഫോർ ദ ഡിക്രി ഹാസ് ബീൻ ഫുള്ളി സാറ്റിസ്ഫൈഡ്, ദ ഹോൾഡർ ഓഫ് ദ ഡിക്രി മേ അപ്ലൈ ടു ദ കോർട്ട് വിച്ച് പാസ്ഡ് ഇറ്റ് ടു എക്സിക്യൂട്ട് ദ സെയിം അഗെയിൻസ്റ്റ് ദ ലീഗൽ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ഡിസീസ്ഡ്. വെയർ ദ ഡിക്രി ഈസ് എക്സിക്യൂട്ടഡ് അഗെയിൻസ്റ്റ് സച്ച് ലീഗൽ റെപ്രസെന്റേറ്റീവ് ഹി ഷാൾ ബി ലൈബിൾ ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് വിച്ച് ഹാസ് കം ടു ഹിസ് ഹാൻഡ്സ് and has not been duly disposed of, and for the purpose of ascertaining such liability the court executing the decree may of its own motion or on the application of the decree holder compel such legal representative to produce such accounts as it thinks fit. ഒരു ഡിക്രി ഉണ്ട്. ഇത് ഡിക്രിയുടെ കാര്യമാണ് പറയുന്നത്. ഒരു ഡിക്രി ഉണ്ട്, അത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്നതിന് മുമ്പ്, അതായത് മൊത്തവും പൈസയും കൊടുത്തിട്ടില്ല, അതിനു മുമ്പ് ജഡ്ജ്മെന്റ് ഡെപ്റ്റർ, അതായത് JD എന്ന് പറഞ്ഞാൽ ഒരു കേസിൽ പരാജയപ്പെട്ട ആള്, അയാള് മരണപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും? ഈ ഡിക്രി ഹോൾഡർക്ക്, അതായത് ആ കേസിൽ വിജയിച്ച ആൾക്ക് എന്ത് ചെയ്യാം? കോടതിയിൽ അദ്ദേഹത്തിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ കയ്യിൽ നിന്ന് എക്സിക്യൂട്ട് ചെയ്ത് തരാൻ വേണ്ടി ആ പൈസ എക്സിക്യൂട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കോടതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. അങ്ങനെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന്റെ കയ്യിൽ നിന്നും ഡിക്രി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ലീഗൽ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുമ്പം അവർക്ക് എത്രമാത്രമേ ലൈബിലിറ്റി ഉള്ളൂ? ലൈബിൾ ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് വിച്ച് ഹാസ് കം ടു ഹിസ് ഹാൻഡ്സ്. അതായത് മരണപ്പെട്ടു പോയ ആളുടെ കയ്യിൽ നിന്നും കിട്ടിയ എക്സ്റ്റെന്റ് ഓഫ് പ്രോപ്പർട്ടി, ആ പ്രോപ്പർട്ടി എത്ര എക്സ്റ്റെന്റ് കിട്ടിയിട്ടുണ്ടോ അതിന് മാത്രമേ അദ്ദേഹം ലൈബിലിറ്റി ഉള്ളൂ. ഇപ്പം 1 ലക്ഷം രൂപയുടെ ഡിക്രി ഉണ്ടെന്ന് വെച്ചോ, ഇദ്ദേഹത്തിന് പ്രോപ്പർട്ടി കിട്ടിയത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 30,000 രൂപയാണ് അയാൾ മരിച്ചപ്പോൾ കിട്ടിയെന്ന് വെച്ചോ, ആ 30,000 രൂപയ്ക്കുള്ള ലൈബിലിറ്റിയേ ഉള്ളൂ അദ്ദേഹത്തിന്, അതിന് പുറത്തോട്ടില്ല. അങ്ങനെ ആ ഒരു എത്ര ഉണ്ട് എന്ന്, അതായത് JDയുടെ കയ്യിൽ എത്ര പൈസ ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതിക്ക് എന്ത് ചെയ്യാം? കോടതിയുടെ തന്നെ മോഷനിലോ അല്ലെങ്കിൽ ഈ ഡിക്രി ഹോൾഡറിന്, ഈ കേസ് വിജയിച്ച ആളിന്റെ ആപ്ലിക്കേഷനോട് കൂടിയോ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ
അടുത്ത് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ അക്കൗണ്ട്സ് കോടതിയിൽ ഹാജരാക്കാനായിട്ട് പറയാം. അത് നോക്കുമ്പോഴല്ലേ എത്ര രൂപ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അസർട്ടൈൻ ചെയ്തിട്ട് എത്രയാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള അതിനകത്ത് ആ എമൗണ്ട് നിൽക്കണമെങ്കിൽ മാത്രമേ അത് കൊടുക്കാം. അല്ലെങ്കിൽ എത്രയാണോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടി അത് വരെ ഉള്ളത് മാത്രമേ കോടതിക്ക് ഈടാക്കി കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് പ്രോപ്പർട്ടിയുടെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഡിഗ്രി ഹോൾഡർ സമാധാനപ്പെട്ടോളണം, അതിനപ്പുറത്തോട്ട് ഒന്നും കിട്ടില്ല എന്നർത്ഥം. അടുത്ത കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് 1963 എൻ്റെ സെക്ഷൻ 20 പറയുന്നത് എന്തെന്ന് നോക്കാം. സെക്ഷൻ 20 പറയുന്ന അസസ്മെന്റ് ഓഫ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് where a dealer dies, his executor, administrator or other legal representative shall be deemed to be the dealer for the purpose of this act, and the provisions of this act shall apply to him in respect of the business of said deceased dealer, provided that in respect of any tax, fee or other amount assessed as payable by any such dealer or levied on him, or any tax, fee or other amount which would have been payable by him under this act if he had not died, the executor, administrator or other legal representative shall be liable only to the extent of the assets of the deceased in his ഹാൻഡ്സ്. ഇപ്പൊ ഇവിടെ ഒരു ഡീലർ മരിച്ചുപോയി. ഇവിടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ മാത്രം നമുക്ക് നോക്കാം. അവരുടെ കയ്യിൽ നിന്നും എന്ത് ചെയ്യാം, ഈടാക്കി എടുക്കാം. അപ്പൊ അതിനുള്ള ഒരു കാര്യം എന്താണ്, ആ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് എത്രമാത്രം ലൈബിൾ ഉണ്ട്, ലീഗൽ റെപ്രസെന്റേറ്റീവ് ഷാൽ ബി ലൈബിൾ ഓൺലി ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ അസറ്റ്സ് ഓഫ് ദ ഡിസീസ്ഡ് ഇൻ ഹിസ് ഹാൻഡ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എത്ര കിട്ടിയിട്ടുണ്ടോ അത്രയും മാത്രമേ അദ്ദേഹത്തിന് ലൈബിലിറ്റി ഉള്ളൂ എന്നാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. ഒരു കേസ് നോക്കി, ഹമീദ് വേഴ്സസ് അഡീഷണൽ സെയിൽസ് ടാക്സ് ഓഫീസർ. കോർട്ട് ഹെൽഡ് ചെയ്തെങ്ങനെയാണ്, ദാറ്റ് ലൈബിലിറ്റി ഓഫ് ദ ലീഗൽ ഹെയർ ഫോർ ഡ്യൂസ് ഓഫ് ദ ഡിസീസ്ഡ് എക്സ്റ്റെൻസ് ഓൺലി ടു അസറ്റ്സ് of deceased devolving upon him. There is no prohibition from recovering dues from the legal heirs of the deceased to the extent that they have acquired property of deceased assessee. അതായത് ഒരു പ്രൊഹിബിഷനും ഇല്ല ലീഗൽ ഹെയർസിൻ്റെ പിടിക്കാനായിട്ട്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെന്നോ ഹെയർസിൻ്റെ എന്നൊക്കെ പിടിക്കാൻ ഒരു പ്രശ്നവും പിടിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഈ മരണപ്പെട്ട ആളുടെ കയ്യിൽ നിന്ന് എത്ര എക്സ്റ്റെൻറ്റ് കിട്ടിയിട്ടുണ്ടോ അത്രയേ പറ്റത്തുള്ളൂ എന്നാണ് ഈ കേസിനകത്ത് പറയുന്നത്. ഒരു തടസ്സവും ഇല്ല പിടിക്കുന്നതിന്. അടുത്ത ശ്രീജിത്ത് വേഴ്സസ് ഇന്റലിജൻസ് ഓഫീസർ. ദ ഡെത്ത് ഓഫ് ദ അസസി ഡസ് നോട്ട് ലീഡ് ടു എൻഡ് ഓഫ് ദ പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റഡ് അഗെയിൻസ്റ്റ് ഹിം. ഒരു അസസി മരിച്ചു പോയാൽ അതോടുകൂടി ഈ കേസ് അവസാനിക്കത്തില്ല. അതായത് ടാക്സ് ലയബിലിറ്റി അവിടെ അവസാനിക്കത്തില്ല. ഈവൻ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ദ ഡീലർ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ അസസിംഗ് ഓഫീസർ ടു കംപ്ലീറ്റ് ദ അസസ്മെന്റ് ഓർ എനി അതർ പ്രൊസീഡിങ്സ് പെൻഡിംഗ് അഗെയിൻസ്റ്റ് ദ ഡീലർ ആസ് ദ ഡേറ്റ് ഓഫ് ഹിസ് ഡെത്ത്, ആൻഡ് ബൈ വിർച്യൂ ഓഫ് സെക്ഷൻ 20 ദ അസസിംഗ് ഓഫീസർ ഓർ എനി അതർ അതോറിറ്റി അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ട് ഈസ് ബൗണ്ട് ടു ഇഷ്യൂ നോട്ടീസ് ടു ഹിയർ ലീഗൽ ഹെയർസ് ആൻഡ് കംപ്ലീറ്റ് അഡ്ജുഡിക്കേഷൻ ബിഫോർ എനി ഡിമാൻഡ് ഈസ് റൈസ്ഡ് അഗെയിൻസ്റ്റ് എനി ലീഗൽ റെപ്രസെന്റേറ്റീവ്. However, if any of the legal representative to which notice is issued does not hold any asset of the deceased dealer, then he or she can ignore the notice, because consequential orders cannot be enforced against them by virtue of operation of the later part of section 20 of the act. ഈ ഡീലറിന്റെ മരണത്തിന് ശേഷം എന്ത് ചെയ്യണം, അസസിംഗ് ഓഫീസർ എന്ത് ചെയ്യണം, അസസ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണം ബൈ വെർച്യൂ ഓഫ് സെക്ഷൻ 20. നമ്മൾ സെക്ഷൻ 20 നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കാണോ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളത് അതിന്ന് അവർ ഈടാക്കി എടുക്കണം. അത് ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ അടുത്താണെങ്കിൽ അവരെ നിന്ന് ഈടാക്കി എടുക്കണം, അല്ലെങ്കിൽ എനി അതർ പേഴ്സന്റെ നിന്നാണെങ്കിൽ, അല്ലെങ്കിൽ ലീഗൽ ഹെയർസിന്റെ നിന്നാണെങ്കിൽ അവരെ നിന്ന് ഈടാക്കി എടുക്കണം. പിന്നെ ഇങ്ങനെ നോട്ടീസ് അയച്ചിട്ടുണ്ടെങ്കിൽ ലീഗൽ റെപ്രസെന്റേറ്റീവ് നോട്ടീസ് അയച്ചു, പക്ഷെ അദ്ദേഹം ഒരു അസറ്റും ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, ദെൻ ഹി ഓർ ഷീ ക്യാൻ ഇഗ്നോർ ദ നോട്ടീസ്. ആ നോട്ടീസിനെ കുറിച്ച് അങ്ങ് മറന്നിരിക്കുക. എന്തുകൊണ്ടാണ്, ഈ സെക്ഷൻ 20യുടെ ലേറ്റർ പാർട്ടി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല, അവരെ കയ്യിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല. അതോടുകൂടി അവിടെ അവസാനിക്കുന്നു കേസ്. അവരങ്ങ് വിട്ടേക്കുക, മറന്നേക്കുക. നമ്മൾ അതിന്റെ പിന്നാലെ പോവേ വേണ്ട. അദ്ദേഹത്തിന്റെ ഒന്നും കിട്ടിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി, അത് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവരെ പൈസ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. മറ്റേ അങ്ങനെയൊന്നും വല്ലതും കിട്ടിയിട്ടുണ്ടെങ്കിൽ എടുക്കാം, അത്രേ ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ കയ്യിലുള്ളത് സെൽഫ് അക്യൂർഡ് പ്രോപ്പർട്ടിയാണ്. അവർ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച സെയിൽ ഡീഡ് പ്രകാരമുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് കോടതി ഉത്തരവിട്ട്. അങ്ങനെ കോടതി കൊടുത്ത വിധി ഇങ്ങനെയാണ്: എക്സിബിറ്റ് P3 സെയിൽ നോട്ടീസ് ഈസ് സെറ്റ് അസൈഡ്. ദ റെസ്പോണ്ടന്റ് ആർ ഫ്രീ ടു പ്രൊസീഡ് അഗെയിൻസ്റ്റ് ദ പെറ്റീഷണർ ഓർ എനി അതർ ലീഗൽ ഹെയർ ഓഫ് ആ മരിച്ചുപോയ ആളുടെ പേര് ടു എക്സ്റ്റെൻഡ് ഓഫ് അസറ്റ്സ് ഓഫ് ദ ഡിസീസ്ഡ് ഇൻ ദെയർ ഹാൻഡ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ലോ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ റെസ്പോണ്ടന്റിനെ അങ്ങ് ഫ്രീ ആക്കി വിട്ടു. ഇനി ഇവർക്ക് എന്ത് ചെയ്യാം, ഈ ടാക്സ് അതോറിറ്റിക്കും തഹസീൽദാർക്കൊക്കെ എന്തിട്ട് ചെയ്യാം, ഇങ്ങനെ കയ്യിൽ നിന്നും, ഈ മരണപ്പെട്ടു പോയ ആളുടെ കയ്യിൽ നിന്നും പ്രോപ്പർട്ടിയോ പൈസ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന്, ആ എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ടിൻ്റെ അകത്തുനിന്ന് അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്ക് അകത്തുനിന്ന് ഇവർക്ക് ജപ്തി ചെയ്തെടുക്കാം. അതൊരു തടസ്സമില്ല. അവരത് ചെക്ക് ചെയ്യുക, അങ്ങനെ ഉണ്ടെങ്കിൽ പിടിച്ചെടുക്കുക എന്നാണ് കോടതി പറഞ്ഞത്. ഇവരെ ഈ ഭാര്യയുടെ കയ്യിൽ നിന്നും ഇതുവരെ അവർക്കൊന്നും കിട്ടിയിട്ടില്ല, അവരെ വെറുതെ വിടാനും കോടതി ഉത്തരവായി. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലായത് എന്താണ്, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ലയബിലിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് എത്ര എക്സ്റ്റെൻറ്റ് ഓഫ് പ്രോപ്പർട്ടിയോ എത്ര പൈസ ഇവരെ ആ മരണശേഷം അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ അതിന് മാത്രമേ
ലൈബിലിറ്റി ഉള്ളൂ, അതിനപ്പുറത്തോട്ട് ഒന്നിനും ലൈബിലിറ്റി ഇല്ല എന്ന് അർത്ഥം. ഇപ്പം ഇങ്ങനെയുള്ള ഒരുപാട് നിയമവശങ്ങൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. കുടുംബ കോടതി സംബന്ധമായ, മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റ് സംബന്ധമായ എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി കാണണം. പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൻ്റെ അകത്ത് കയറി ക്ലിക്ക് ചെയ്താൽ എല്ലാം കാണാൻ പറ്റും. അതുപോലെ ഈ ചാനൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.